ഹലോ. അപ്പം നമ്മൾ ഗോവയിലെ മറ്റൊരു ബീച്ച് ആയ മിരാമാർ ബീച്ചിലാണ്. മിരാമാർ ബീച്ചിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം ചേരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം മിരാമാറിൻ്റെ ആ ഒരു ബീച്ചിന് മുമ്പ് ആ ഏരിയ ഒന്ന് കണ്ടാലോ. ഇതാണ് മിരാമാർ ബീച്ചിലേക്ക് കയറുന്നതിന് മുൻപുള്ള ഏരിയ. രണ്ടുപേര് പന്തമൊക്കെ പിടിച്ചങ്ങനെ നിൽപ്പുണ്ട്. മാരത്തൺ ഫീൽഡ്. हाय. ओके. नेम क्या है? नाम क्या है? हर्ष प्रजापति. प्रजापति. कहाँ से? गुजरात. गुजरात के. आप कहाँ से हो? केरला से. केरला से. क्या चैनल का नाम क्या है आपकी? एक्चुअली मैं सर बोट ट्रिप जाना है डॉल्फिन ट्रिप? नहीं, अब नहीं है अभी. एक्चुअली मेरा नाम शामुन भी फरेलिल. मैं फिल्म डायरेक्टर हूँ. तो मैं लोकेशन ढूंढ के जा रहा हूँ. ये तो ब्लॉग बन के डाल रहा हूँ. ओके. कुछ मेरा फेसबुक में मिलेगा आपको? फेसबुक में मिलेगा. फेसबुक मिलेगा. वो भी है हमारे में. SHAH मोइन. प्लीज SHAH M O N N B P A R E L I L. हमारे भी यूट्यूब पे चैनल है. अच्छा, नाम क्या है आपका? मेरा नाम हर्ष है और मेरे चैनल का नाम @हर्ष प्रजापति. हम ऐसे ट्रैवलिंग का ब्लॉग बनाते हैं. अच्छा. हाँ. तो मैंने सोचा तो मैंने लगा कोई यूट्यूबर होगा हमारे जैसा. ഓക്കെ. പുള്ളിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഹിന്ദിയിലാണ്. ഹിന്ദിയാണ് ഗുജറാത്തി? हिंदी गुजराती बोथ. ഓക്കെ. ഓൾസോ ഇംഗ്ലീഷ്. ഗുജറാത്തിയിലാണ് പുള്ളിയുടെ ചാനൽ നടക്കുന്നത്. ഹിന്ദിയിലാണ്. അപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ പേരാണ് നാം കെ @हर्ष प्रजापति 00. ഓക്കെ. അപ്പോൾ ഒന്ന് കയറി നോക്കണം, അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഒത്തിരി പേര് നമ്മളിങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ നമ്മളായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു രസമൊക്കെയാണ് അതൊക്കെ. ഓക്കെ. നമ്മൾ മിരാമാറിൻ്റെ അവിടെ ഒരു നമ്മുടെ ഫിനാലേക്ക് വരുമ്പോൾ ചെയ്ത് വെക്കാറില്ലേ, അതുപോലൊരു ഫിഷിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കിടിലൻ ഫിഷാണ്. നൈസല്ലേ? ഈ ട്രാഫിക്കിൽ വരുമ്പോൾ നമുക്കത് മിസ്സായി പോകും. പക്ഷേ ഓക്കെയാണ്. അപ്പം നമ്മൾ ബീച്ചിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാനുള്ള പരിപാടിയാണ്. മിരാമാർ ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക്. നല്ല ക്രൗഡുണ്ട്. അപ്പോൾ തന്നെ അവിടെ കുൽഫിയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അഭിനയ് ബാത്നെ അപ്പോൾ അവിടെ നമുക്കവിടെ കുൽഫിക്കാരൻ കുൽഫി എന്നു. നമ്മളിപ്പോൾ വേണ്ട, നമ്മൾ കഴിഞ്ഞിട്ട് വന്ന് മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പതിയെ കാഴ്ചകളിലേക്ക് കിടക്കുന്നു. മറ്റുള്ളവരെ പ്രൈവസിയിലേക്ക് പോകാത്ത രീതിയിൽ വേണം നമുക്ക് ഷോട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റേതായ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കൂടാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ കൂടാരങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അതാണ് എൻ്റെ പ്രശ്നം. നല്ല രസമാണത്. വേണ്ട. ഇവിടെ നമ്മൾ കാറ്റാടികളാണ് ഈ ബീച്ചിൽ കൂടുതൽ. കാറ്റാടികളാണ്. ഇവിടെ വെച്ചല്ലേ എല്ലാവരും ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡാണ് പൊതുവെ. അത് എല്ലാ ബീച്ചിലും അങ്ങനെയാണ്. എവിടെ ചെന്നാലും ഗോവയിൽ അങ്ങനെയാണ്. പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ
മിരാമാർ ബീച്ച് കാര്യം സിറ്റിയുടെ നടുക്കുള്ള ബീച്ചാണെങ്കിലും മെയിൻ്റെനൻസ് കുറവുള്ള ബീച്ചാണ്. ഇവിടെ പല ഈവൻസുകൾ നടക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഒരു ഈവൻറ്റ് പ്ലാൻ ചെയ്യാനും ഒരു ഈവൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ള ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ വലിയൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക്. പിന്നെ നമ്മളിങ്ങനെ കറങ്ങി അങ്ങനെ നമ്മൾ പതിയെ ബീച്ചിൻ്റെ ബ്യൂട്ടിയിലേക്ക് കിടക്കണൊക്കെ ആകുമ്പോൾ അവിടെ ഒരു ഇത് ബോട്ട് ഇത് വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ. നൈസാണല്ലേ. ഒരു മിനിറ്റ് ഞാനത് ചേർക്കാൻ വന്നിട്ട്. നൈസ് കാഴ്ചയല്ലേ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഇതാണ് മിരാമാർ ബീച്ചിൻ്റെ എന്നുള്ള കാഴ്ചകൾ. ഇത് മിക്കവാറും ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ചെറിയൊരു ക്രൂസ് റൈഡറൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് പോകുന്നുണ്ട് കണ്ടോ. ആളുകൾ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കൂട്ടവും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്യൂട്ടി. അത് സൺസെറ്റ് കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണാൻ രസമായിരിക്കും കേട്ടോ. സൺസെറ്റ് കാണാൻ ഭംഗിയുള്ള ബീച്ചാണ് മിരാമാർ. ഓരോ ബീച്ചിൽ നിന്ന് നോക്കുമ്പോഴും ആ ബീച്ചിൻ്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം കൂടി നോക്കുമ്പോഴാണ് അവിടുത്തെ ബ്യൂട്ടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം. ഇതിപ്പോൾ നല്ല വേറിട്ടൊരു ബ്യൂട്ടിയാണ് നമുക്കിവിടെ കണ്ടത്. പിന്നെ കുറച്ചും കൂടി നീറ്റാക്കി കഴിഞ്ഞാൽ ഈ ബീച്ച് അടിപൊളിയായിരിക്കും. കാരണം അതിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഈ ബീച്ചിൻ്റെ അകത്തുണ്ട്. നമ്മൾ മിരാമാർ ബീച്ചിൻ്റെ മറ്റൊരു ഭാഗത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിരുന്നു. അതിമനോഹരമാണത്. 2 പോർഷനായിട്ട് നമുക്ക് ഇതിനകത്ത് കയറാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ എക്സ്റ്റൻഷനാണ്. നല്ല ഭംഗിയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാനും പിടിക്കാനുള്ള സ്ഥലമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ക്രൂസ് ബോട്ടിങ്ങിൻ്റെ അടുത്തേക്കൊന്ന് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. നല്ല ബ്യൂട്ടി അല്ലേ, നല്ല ഫ്രെയിം അല്ലേ. നമുക്കവിടെ വന്നിട്ടൊരു 4 ഫ്രെയിം കിട്ടിയില്ലേ, രസമല്ലേ. കല്ലുകൾ വാങ്ങിയിട്ടുണ്ട്.
രസമല്ലേ? നല്ലൊരു ആംഗിളല്ലേ? നമ്മളത് അതിൽ കൂടെ അവൻ കയറി അതിൽ ബോട്ടിനെ വിഴുകണ കാണണം. നൈസല്ലേ? നമ്മൾ മീരാമാർ ബീച്ച് നമ്മൾ കണ്ടു. മീരാമാർ ബീച്ചിൽ കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് മീരാമാർ ബീച്ചിൽ. പിന്നെ എല്ലാ ബീച്ചിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സൺസെറ്റ് കാണും മിക്കവാറും ഈ കണ്ട ബീച്ചുകളിലൊക്കെ. ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു അപ്പോൾ നമ്മൾ ഈ സ്ഥലം ഒന്ന് ഓടിച്ച് കണ്ടുകൊണ്ട് നമ്മൾ പതിയെ നമ്മളിവിടുന്ന് സൈൻ ഓഫ് ചെയ്യും. കാരണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് എത്താനുണ്ട്. ഓടിയെത്തുക എന്നുള്ളതാണ് ദൂരം. സോ വി ആർ സൈൻ ഓഫ് ഫ്രം ഹിയർ. ബൈ.